കാട്ടുമൃഗങ്ങളോട് ഒക്കെ മല്ലടിച്ച് രാപകലില്ലാതെ ഞങ്ങൾ രണ്ടുപേരും കൂടി അധ്വാനിച്ചിട്ടാണ് ഈ കാണുന്ന സമ്പാദ്യമെല്ലാം ഉണ്ടാക്കിയത്. മക്കളെ കഴിവതോളം പഠിപ്പിച്ചു. കുറ്റം പറയരുതല്ലോ, എല്ലാവരും ഇന്ന് നല്ല നിലയിലാണ്. 3 മക്കളാണ്, 2 ആണും 1 പെണ്ണും. മൂത്തവനങ്ങ് ഗൾഫിലാണ്. അവിടെ കല്യാണമൊക്കെ കഴിച്ച് 2 കുട്ടികളുമായി സുഖമായി കഴിയുന്നു. വല്ലപ്പോഴും ഒക്കെ 4-5 കൊല്ലം കൂടുമ്പോ ഒന്ന് വന്ന് കണ്ടു പോയാലായി. വന്നാലോ പൊറുതിയൊക്കെ അവളുടെ വീട്ടിലാണ്. വന്നൊന്ന് കണ്ട് കൊതി തീരെ ഒന്ന് വർത്താനം പറയാനുള്ള ഭാഗ്യം പോലും എനിക്കുണ്ടാവാറില്ല. രണ്ടാമത്തത് 1 പെണ്ണ. അവളെയും കുഴപ്പമില്ലാതെ കല്യാണം കഴിച്ചു വിട്ടു. ടീച്ചറാണ് കേട്ടോ. നമുക്കറിയാം, കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾക്ക് അവർക്ക് എന്താഗ്രഹമുണ്ടായിട്ടും കാര്യമില്ല. എല്ലാം ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ആഗ്രഹപ്രകാരമേ നടക്കൂ. നമ്മളെ ഒന്ന് വന്ന് കാണണമെന്നോ സ്നേഹിക്കണമെന്നോ കൂടെ കുറച്ച് ദിവസം നിൽക്കണമെന്നോ ഒക്കെ കരുതിയാലും അത് നടക്കില്ല. കാരണം അതിന് ഭർത്താവിന്റെ വീട്ടുകാരോ സമ്മതിക്കണം. നമ്മൾ ഇപ്പോഴും എന്തെല്ലാം പുരോഗതികൾ പറയുന്ന ഈ കാലഘട്ടത്തിലും ഭർത്തൃവീട്ടിലെ പീഡനങ്ങൾ കൊണ്ട് നമ്മുടെ എത്ര മക്കളാണ് മരണത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ സൗന്ദര്യമില്ലാത്ത കല്യാണം കഴിച്ച് 2 കുട്ടികളായി കഴിയുമ്പോഴാണ് ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല എന്ന് അവൻ തിരിച്ചറിയുന്നത്. അതിന്റെ പേരിലുള്ള ക്രൂരമായ പീഡനങ്ങള്, ആത്മഹത്യകള്, ജീവിച്ചു തീരുന്നതിന് മുമ്പ് ജീവിതം അവസാനിപ്പിക്കപ്പെടേണ്ടി വന്ന എത്ര കുട്ടികള് നമ്മളുടെ സഹോദരിമാരുണ്ട്. അതുകൊണ്ട് അവള് വരാത്തതിൽ എനിക്ക് പരിഭവമില്ല. എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് കാണും കേട്ടോ. പിന്നെ ഇളയവൻ, അവന് പട്ടണത്തിൽ നല്ല ബിസിനസ്സാണ്. അത് കണ്ടോ, മാളിക പോലത്തെ ഒരു വീട്, കൊട്ടാരം എന്ന് തന്നെ പറയാം. അവിടുന്ന് നിങ്ങൾ നേരത്തെ കേട്ട ആ കാതടപ്പിക്കുന്ന ശബ്ദകോലാഹലങ്ങൾ, അവിടെ അത് എന്റെ 3ാമത്തെ മകന്റെ വീടാണ്. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ഈ ഇടിഞ്ഞു വീഴാറായ കൂരയിൽ കിടക്കുന്നതെന്നാണോ സാറ് ചോദിച്ചത്? അത് ഒരു ചോദ്യമാ. നിങ്ങളുടെ മനസ്സിൽ ആ ചോദ്യം വന്നില്ലേ? അത്രയും വലിയ വീട് അവിടെ വെച്ചിട്ട് ഒരനാഥനെ പോലെ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് എന്ന്. ഈ ചോദ്യം അവിടെ അവനെ കാണാൻ വരുന്ന അല്പമെങ്കിലും മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആളുകളും ചോദിക്കാറുണ്ട്. അപ്പോ അവൻ അതിനൊരു ഉത്തരം പറയും. ആർക്കും ബോധ്യമാകുന്ന ഒരു ഉത്തരം, മറിച്ചൊരു ചോദ്യവും ചോദിക്കാൻ കഴിയാത്ത ഒരു ഉത്തരം പറയും. എന്താണെന്ന് അറിയൂ? അത് കണ്ടോ, ആ തൊടിയില എന്റെ അമ്മണിയെ അടക്കം ചെയ്തിരിക്കുന്നത്. കാണുന്നില്ലേ? അപ്പനെ അമ്മയുടെ ശവകുടീരം കണ്ട് കിടന്നാലേ ഉറക്ക് വരുള്ളൂ. അതുകൊണ്ടാ ഇവിടെ കിടക്കുന്നത്. ഞങ്ങള് വിളിച്ചിട്ടൊന്നും വരുന്നില്ല എന്ന്. പക്ഷേ സത്യം എന്താണെന്നറിയോ? മകനും മരുമകളും പറഞ്ഞിരിക്കുന്നതേ, അങ്ങോട്ടൊന്നും അറിയാതെ പോലും കയറി വന്നേക്കരുതെന്നാ. അതിലൊക്കെ വില കൂടിയ വിദേശത്തുനിന്ന് കൊണ്ടുവന്ന ടൈലുകളൊക്കെ ആയിട്ടിരിക്കുന്നത്. ഈ കിളവൻ കയറിച്ചത് തുപ്പിയും തൂറിയും ഒക്കെ വൃത്തികേടാക്കിയാലോ എന്ന് ഭയപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും തിന്നാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് കൊടുത്തയക്കാം, ഇവിടെ കിടത്തോളാനാ പറയുന്നത്. പക്ഷേ
ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം കേൾക്കുമ്പോ എന്റെ മോൻ കുറ്റക്കാരനാണോ? ആണോ? അല്ല. ഇത് നിങ്ങളോടായതുകൊണ്ട് പറയാട്ടോ, അവൻ നല്ലവനാണ്. എപ്പോഴെങ്കിലും ഔദാര്യം പോലെ തിന്നാൻ എന്തെങ്കിലും കൊണ്ടുതരും. ഇഷ്ടമുണ്ടായിട്ടല്ല. നിരവധിയായ രോഗങ്ങളുണ്ട്. അതുകൊണ്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി വേണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ വാരി തിന്നും. അത് പറഞ്ഞപ്പോൾ ഓർത്തത് അത് കണ്ടോ? ഔട്ട്ഡോസ് ഒന്നുമല്ല, അത് എന്റെ മോന്റെ പട്ടിക്കൂടാ. എത്ര പണം മുടക്കിയാ അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നറിയോ? ഇനിയോ അതിനകത്തുള്ള പട്ടി ലക്ഷങ്ങൾ വിലയുള്ളതാ. അതിനോട് കാണിക്കുന്ന ഒരു സ്നേഹത്തിന്റെ 100-ൽ-1 എന്നോട് കാണിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. സമയാസമയങ്ങളിൽ ഇറച്ചിയും മീനും പാലും മുട്ടയും ഒന്നുമില്ലെങ്കിലും ഞാനവന്റെ തന്തയല്ലേ. ആ പട്ടിയോട് കാണിക്കുന്ന പരിഗണന പോലും ദൈവമേ. അതുകൊണ്ട് ഇവള് നേരത്തെ പോയത് വളരെ നന്നായി എന്നാ ഞാനിപ്പോ സമാധാനിക്കുന്നത്. ഇല്ലെങ്കിലേ ആ പാവത്തിന് ഇതൊന്നും സഹിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ അമ്മണിയെ അടക്കിയിരിക്കുന്നത് അവിടെയാണ്. അവിടെ അവളുടെ ശരീരം മാത്രമേ അടക്കിയിട്ടുള്ളൂ. അവളെ അടക്കിയിരിക്കുന്നത് എന്റെ ഈ നെഞ്ചിലാണെന്ന് എന്റെ മക്കൾക്കറിയില്ലല്ലോ. എന്റെ ഈ നെഞ്ചിലാണെന്ന് അമ്മണിയെ